കാണുന്നത് AD 79 മണ്ണിനടിയിൽ പുതഞ്ഞു പോയൊരു നഗരമാണ്. ഇറ്റലിയിലെ പൊമ്പയി എന്ന് പറയുന്ന നഗരം. ഇതിലെ വില്ലൻ ആ പുറയിൽ കാണുന്ന ആ വലിയ മലയാണ്. അത് വെറും മലയല്ല, ഒരു അഗ്നിപർവ്വതമാണ്. ദാ ഈ കാണുന്ന ആളുകളെയൊക്കെ തന്റെ ലാവയിൽ പൊതിഞ്ഞ് ശിലയാക്കി മാറ്റിയ ഒരു ഭീമൻ അഗ്നിപർവ്വതം. അതിന്റെ മുകളിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര. ഞാനിതിന്റെ ബേസിലെത്തി. 30 യൂറോളാണ് ഇതിന്റെ ടിക്കറ്റ്. ഇവിടുന്ന് ഇനി ഒരു 4 കിലോമീറ്ററോളം മുകളിലേക്ക് നടക്കണം. ഒരു അഗ്നിപർവ്വതം ആദ്യമായി നേരിട്ട് കാണാൻ പോകുന്നതിന്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഗൈസ്. ചെറിയ പേടിയുണ്ട്, എല്ലാം ലാവയിലൊക്കെ പെട്ടുപോയാൽ. അങ്ങനെ നടന്ന് നമ്മൾ മുകളിലെത്തി കേട്ടോ. പക്ഷെ പ്രതീക്ഷ പോലൊന്നുമല്ല, ഇവിടെ ബാറും കടകളും എല്ലാം സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ വില്ലൻ, മൗണ്ട് വെസൂവിയസ്. അപ്പൊ നമുക്ക് ഇവനെ വിശാലമായിട്ടൊന്ന് കണ്ടാലോ. ഒരു വലിയ കുന്നിന്റെ മുകളിൽ ഭയങ്കര ഭീമാകാരമായിട്ടുള്ള ഒരു വട്ടക്കിണർ കുഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതുപോലെയാണ് ഈ സംഭവം. ഒരു അഗ്നിപർവ്വതം എന്ന് പറയുമ്പോൾ ഇത്ര സുന്ദരമായ കാഴ്ചയായിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. അടിപൊളി. നല്ല അടിപൊളി ഒരു തണുത്ത കാറ്റ് ഇവിടെ വീശുന്നുണ്ട് കേട്ടോ. നിങ്ങളാരെങ്കിലും അവിടെ പുക പൊങ്ങുന്നുണ്ടോ? അവിടെ ആരെങ്കിലും കൂട്ടിയിട്ട് കത്തിക്കുന്നോ അല്ലെങ്കിൽ കുത്തിയിരുന്ന് ബീഡി വലിക്കുന്നോ അല്ല. ഇതിനാണ് സജീവ അഗ്നിപർവ്വതം എന്ന് പറയുന്നത്. കണ്ടോ പുക പൊങ്ങുന്നുണ്ടോ? നമ്മുടെ നാട്ടിലെ സജീവനല്ല, സജീവ അഗ്നിപർവ്വതം എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഇവൻ നമുക്കിട്ട് പണി തരാം. അതായത് എപ്പോൾ വേണമെങ്കിലും ഇത് പൊട്ടിത്തെറിക്കാമെന്നർത്ഥം. വെസൂവിയസ് എന്ന് പറഞ്ഞാൽ ഈ ഭീമാകാരനായ അഗ്നിപർവ്വതം AD 79 അതിഭീകരമായിട്ട് പൊട്ടിത്തെറിച്ചത്. ഇത് പൊട്ടിത്തെറിച്ചപ്പോൾ ഏകദേശം 5 കിലോമീറ്റർ മുകളിലേക്ക് ഇതിൻ്റെ ലാവയും അതുപോലെ പാറക്കഷ്ണങ്ങളെല്ലാം ചിതറി തെറിക്കുകയുണ്ടായി. അതുപോലെ 33 കിലോമീറ്റർ ഉയരത്തിലേക്ക് ഇതിൽ നിന്നും പൊങ്ങിയ സൾഫർ അടങ്ങിയ പുക ഇറ്റലിയെ മുഴുവൻ മൂടിക്കളഞ്ഞെന്നാണ് പറയുന്നത്. അതുപോലെ തൊട്ടടുത്ത രാജ്യമായ ഇസ്താംബൂൾ വരെ അതിൻ്റെ പുകയും മാലിന്യങ്ങളും ചെന്നു അത്രേ. ഒരു ഏകദേശ കണക്കനുസരിച്ച് 300 ഡിഗ്രിയിലധികം ചൂടിലുരുകിയ ഇതിൻ്റെ ലാവയിൽ 16,000-ലധികം മനുഷ്യരും ധാരാളം മൃഗങ്ങളും നിമിഷ നേരം കൊണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ തീർത്ത പ്രതിമകൾ പോലെയായിപ്പോയി. അതിനുശേഷം ഉണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ ആ നഗരം തന്നെ മണ്ണിനടിയിൽ പുതഞ്ഞുപോയി. ഇതിൻ്റെ അടിവശത്ത് കാണുന്നതാണ് നേപ്പിൾസ് സിറ്റി. ഏകദേശം 6 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഇപ്പോഴും ഇവിടെ താമസിക്കുന്നുണ്ട്. എന്താ ഒരു ധൈര്യം അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ അടിവാരത്ത് കൃഷി ചെയ്യുന്ന ഓറഞ്ചും മുന്തിരിയൊക്കെ ഭയങ്കര സ്വാദിഷ്ടമാണ്. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു ദുരന്തം ഏതായാലും ഉണ്ടാവാതിരിക്കട്ടെ. അന്ന് ഈ ദുരന്തത്തിൽ പെട്ടുപോയ പൊമ്പയി എന്ന് പറയുന്ന നഗരവും അതിൻ്റെ ആധുനിക സംസ്കാരവുമാണ് അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ മിസ് ചെയ്യരുത്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.